ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതിശക്തമായ മഴയും ഇടിയും മിന്നലുമായിരുന്നു. കറണ്ട് ഒന്നും തന്നെ ഇവിടെ ഇല്ലായിരുന്നു. 3 മാസത്തിന് മുമ്പാണ് അച്ഛന് ആക്സിഡന്റ് ഉണ്ടായത്. അച്ഛനും അച്ഛൻ്റെ കൂട്ടുകാരും റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ ഒരു കാർ വന്ന് ഇടിക്കുകയായിരുന്നു. റോഡ് സൈഡിൽ ചായ കുടിച്ച് നിൽക്കുകയായിരുന്നു ചുമ്മാ. അപ്പോൾ ഒരു കാർ വന്ന് ഇടിക്കുകയായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം റോഡ് എത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ റോഡിലോട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ എല്ലാതരം സേഫ്റ്റി പ്രിക്കോഷൻസ് നമ്മൾ എടുത്തിരിക്കണം. 2 വീലർ ഓട്ടിക്കുകയാണെങ്കിൽ ഹെൽമെറ്റ് ധരിച്ചിരിക്കണം. 4 വീലർ ഓട്ടിക്കുകയാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കണം. ബട്ട് ഇത് രണ്ടിലും ഉൾപ്പെടാത്ത ഒരു സംഭവമാണ് എൻ്റെ അച്ഛന് സംഭവിച്ചത്. കാരണം ചുമ്മാ റോഡിലോട്ട് ഇറങ്ങി നിൽക്കുകയായിരുന്നു അച്ഛൻ. അപ്പോഴാണ് ഒരുത്തൻ എല്ലും ബ്രേക്കില്ലാതെ വന്ന് ഇടിച്ചത് അച്ഛനെ. ലൈഫ് അങ്ങനെ ഒരു പരിപാടിയാണ് ഗൈസ്. അടുത്ത് എന്ത് സംഭവിക്കുന്നത് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ നിങ്ങളെല്ലാവരും ഓരോ ഹെൽത്ത് ഇൻഷുറൻസ് വീതം എടുത്തിരിക്കണം. ഹെൽത്ത് ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും. ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പോൾ തന്നെ ഒരുപാട് അവൈലബിൾ ആണ്. ജസ്റ്റ് യൂട്യൂബ് കയറി നോക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ വരും. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സംസാരിച്ചാൽ മതി ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച്. അപ്പോൾ തന്നെ ഈ ഗൂഗിൾ അത് ക്യാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറേ ആഡ് കൊണ്ട് തരുമല്ലോ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് എന്താ പറയുക, ഇതിനൊന്നിനും സമയമില്ല. ഏറ്റവും എളുപ്പമുള്ള കാര്യം സിമ്പിൾ, നമ്മുടെ PMന്റെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. എന്തോ ആയുഷ് എന്തോ പരിപാടിയാണ്, ആയുഷ് യോജന പദ്ധതി എന്നങ്ങനെയാണ്. 5 ലക്ഷം രൂപ കവറേജ് ഇതിൽ വരുന്നുണ്ട്. ഇത് ഫ്രീ ആണ്. അതുമല്ല നമുക്ക് തന്നെ ചെയ്യാം, ഫോൺ ഉപയോഗിച്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അക്ഷയയിൽ പോയി ചെയ്താലും മതി. ഭാഗ്യത്തിന് എൻ്റെ അച്ഛൻ ഇതിന് ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛന് ആ കാർഡും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വലിയ വലിയ ഹെൽത്ത് ഇൻഷുറൻസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ചെയ്തിരിക്കണം. PMന്റെ ഹെൽത്ത് ഇൻഷുറൻസ് രജിസ്റ്റർ ചെയ്തിരിക്കണം. സോ ഇന്നലെ ചെക്കപ്പിന് പോയി. ഇന്നലെ ഭയങ്കര പ്രതീക്ഷയോടെയാണ് നമ്മൾ ഇന്നലെ ചെക്കപ്പിന് പോയത്. എസ്പെഷ്യലി അച്ഛൻ. കാരണം ഡോക്ടർ പറഞ്ഞിരുന്നു എണീച്ച് നടക്കാറൊന്നും ആയിട്ടില്ല, 3 മാസം കഴിയട്ടെ. കറക്റ്റ് പറഞ്ഞാൽ ആഗസ്റ്റിലാണ് ആക്സിഡന്റ് ഉണ്ടായത്. ഇപ്പോൾ 3 മാസം കഴിഞ്ഞു, നവംബറാണ്. സോ ഈ 3 മാസത്തിൽ 3 മാസം കഴിയുമ്പോൾ പഴയ പോലെ എല്ലാം നോർമലാവുമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു, ഡോക്ടർ ചെക്ക് ചെയ്തു, എക്സ്റേ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഡോക്ടർ ഇതൊക്കെ നോക്കിയിട്ട് പറഞ്ഞു എല്ലാം ഓക്കെ ആയിട്ടുണ്ട്, ഇനി മുതൽ നടന്നു തുടങ്ങാം. സോ അച്ഛൻ ഭയങ്കര ഹാപ്പിയായി. അത് കേട്ട ശേഷം അച്ഛൻ ഇപ്പോൾ വാക്കർ ഇല്ലാണ്ട് ഇങ്ങനെ ചുമരൊക്കെ പിടിച്ച് നടക്കുന്നുണ്ട്. പഴയ കണക്കിനെല്ലാം അടിപൊളിയാവും. പിന്നെ എനിക്ക് പറയാനുള്ളത് മെഡിക്കൽ കോളേജിനെ കുറിച്ചാണ്. എന്താ പറയുക, ഞാൻ ഇന്നും ഇന്നലെയും കണ്ടു തുടങ്ങിയതല്ല മെഡിക്കൽ കോളേജ്. വൃത്തി പഴയതിനും കാട്ടി ബെറ്റർ ആയിട്ടുണ്ട്. 17-ാം വാർഡൊക്കെ ഭയങ്കര മോശമായിരുന്നു പണ്ടൊക്കെ, പക്ഷെ ഇപ്പോൾ ഫാർ ബെറ്റർ ആണ്. 20-ാം വാർഡിലാണ് ഞങ്ങൾ കിടന്നിരുന്നത്. അപ്പോൾ ആക്സിഡന്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഓപ്പറേഷൻ കാര്യങ്ങൾക്ക് വേണ്ടി വാർഡ് 20-ൽ കിടത്തുന്നത്. അവിടെ നല്ല ബെഡും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. അതുപോലെ തന്നെ നല്ല ചികിത്സ. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ സീനിയർ ഡോക്ടേഴ്സാണ് നമ്മളെ നോക്കുന്നതും. അതിപ്പം മെന്റലി ആയിക്കോട്ടെ, അച്ഛനൊരു സപ്പോർട്ട് കൊടുക്കുന്നതെല്ലാം അവരുടെ നല്ല രീതിയിലാണ് എല്ലാം.